RC ബുക്കും ലൈസൻസും കിട്ടാത്തതിൻ്റെ പ്രശ്നം കാണിച്ച് ഞാനൊരു വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഏകദേശം ഒരു 10-80,000 അടുപ്പിച്ച ആളുകൾ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 363 കമൻറ്റും വന്നിട്ടുണ്ട്. അതിലൊരു 300 കമൻറ്റ് പിടിച്ചു, 60 കമൻറ്റ് പോട്ട് 300 കമൻറ്റും RC കിട്ടിയിട്ടില്ല, ലൈസൻസ് കിട്ടിയിട്ടില്ല, RC കിട്ടിയിട്ടില്ല, ലൈസൻസ് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഇതേപോലെ വീഡിയോ ചെയ്ത വേറെ പലരും കാണും, ന്യൂസിനടിയിലൊക്കെ കാണും. ഈ നാട്ടിൽ ഇത്രയും ദുരിതം പിടിച്ചൊരവസ്ഥ ജനങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ളപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി അത് അഡ്രസ്സ് ചെയ്യണ്ടേ? വേണ്ടേ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കാരണം ഞാൻ അത് ചോദിക്കാൻ കാരണം ആന്റണി രാജു ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചോദ്യത്തിനേ വരില്ല. അയാളെ കൊണ്ട് നടക്കൂല. അയാൾ കയറി അന്ന് മുതലായി തെളിയിക്കുന്നുണ്ട്. അയാളെ കൊണ്ട് ഈ പറഞ്ഞുള്ള പണിയല്ല. അതുകൊണ്ടാണ് അയാൾ മൂപ്പര് പെട്ടെന്ന് ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവർക്കും സമാധാനമായത്. ഗണേഷ് കുമാർ വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമാവാൻ കാരണം ആൾ കൊള്ളാം. ഓക്കെ, അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ കുറച്ച് PR വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ക കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യൂടെങ്കിൽ ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. ആന്റണി രാജുവിനുള്ള ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഗണേഷ് കുമാറിനുള്ള ആ വിശ്വാസം ഉണ്ട് ആളുകൾക്ക്. എനിക്കൊരു വിശ്വാസം ഉണ്ട് അങ്ങേര് ചെയ്യുമായിരിക്കും എന്നുള്ളത്. പിന്നെ അങ്ങേരി ഒതുക്കാൻ ഇപ്പോൾ അറിയാലോ, PR വർക്കിൽ വേറെ പല മന്ത്രിമാരും മുന്നിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഗണേഷ് കുമാർ കയറിയിട്ട് ആളാവണ്ട എന്നുള്ള നിലയ്ക്കൊക്കെ ചിലപ്പോൾ ഒരു ഒതുക്ക് വരാം. അതിൻ്റെ ഒരു സൈനൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട്. ഇലക്ട്രിക് ബസ്സിൻ്റെ കാര്യം അതും ഇതുമൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഡേ വന്ന് മൂപ്പര് പത്രമാധ്യമങ്ങളോട് സംസാരിച്ചൊക്കെ. അപ്പം എന്താണെങ്കിലും ഞാനിട്ട വീഡിയോയുടെ അടിയിലുള്ള കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ മതി. കുറച്ചൊക്കെ ഞാൻ കമൻറ്റ്സ് ഇവിടെ വയ്ക്കുന്നുണ്ട്. എത്രയോ മാസങ്ങളായിട്ട് ലൈസൻസും RC ഒന്നും കിട്ടാതെ അന്തം വിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ പ്രശ്നവും വളരെ ഗുരുതരമാണ്. കഴിഞ്ഞ നവംബറിൽ ലൈസൻസ് ടെസ്റ്റ് പാസ്സായതായിരുന്നു. ഇതുവരെ ലൈസൻസ് കിട്ടിയില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞത് ഗവൺമെൻറ് ക്യാഷ് കൊടുക്കാനുള്ളത് കൊണ്ട് അച്ചടിക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ ഒരു ഊമ്പിയ ഗവൺമെൻറ്റിനെ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥ ആയിപ്പോയി ഇപ്പോൾ. അങ്ങനെ പറഞ്ഞ് ഇഷ്ടം പോലെ കമൻറ്റ് ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്നലെ ഞാൻ വീഡിയോയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, മന്ത്രി ഇടപെട്ടിട്ട് ഒരു ലേഡിക്ക് അവരുടെ കാറിൻ്റെ രജിസ്ട്രേഷൻ മേടിച്ചു കൊടുത്തത്. ആ ടൈമിൽ മന്ത്രി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ വയ്ക്കാം. അത് പ്രവാസിയായിട്ടുള്ള ഹസീന എന്ന് പറയുന്ന ഒരു മാഡത്തിൻ്റെതായിരുന്നു. അവർ 8 മാസമായി ഈ വാഹനം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അത് മാറ്റിവെച്ചത്. അത് ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽ വരികയും ഞാനത് യൂട്യൂബിലൂടെ കാണുകയുണ്ടായി. ഇപ്പോൾ 24-ലെ ദുബായിലെ ലേഖനായിട്ടുള്ള അരുൺ എന്നോട് സംസാരിച്ചു. അപ്പോൾ അരുണാണ് ഈ വാർത്ത കൊടുത്തത്. പക്ഷേ ഇത് അയച്ചു തന്ന ഉടൻ തന്നെ ഞാൻ ആക്ഷൻ എടുത്തു. അന്ന് രാത്രി തന്നെ ആക്ഷൻ എടുത്തു. ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിനുള്ള ഏർപ്പാട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ നേരിട്ട് RTOയോട് പറഞ്ഞു, ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പേ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് കൊടുത്തു. അതിലൊരു പ്രായോഗികതയുടെ കുറവുണ്ട് ഇതിനകത്ത്. അതായത് എറണാകുളത്ത് ഈ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, കോഴിക്കോട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, കൊട്ടാരക്കരയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സമാനമായ കേസുകൾ വരുമ്പോൾ ഒരു ജില്ലയിലെ ഉദ്യോഗസ്ഥൻ മാത്രം രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഒരു ഫോൺ കോൾ മതി. എങ്ങനെയാണ് എറണാകുളത്ത് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് എന്ന് ചോദിച്ചിട്ട് അതേ രീതിയിൽ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ എഴുത്തുകുത്തുകൾ, കേന്ദ്രത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർദ്ദേശങ്ങളൊന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കപ്പെടാതെ ഇത് മനസ്സിലാകാതെയും ഇത്തരം കാലതാമസം വരുത്തുകയാണ്. 8 മാസം കാലതാമസം വരുത്തിയെന്ന് പറയുന്നത് ക്ഷമിക്കാൻ കഴിയാത്തൊരു കുറ്റമാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ ഡീലറുടെ ഭാഗത്തും ചില മിസ്റ്റേക്കുണ്ട്. അതിനും പരിശോധന നടത്തും. ഡീലർ നൽകേണ്ട ഒരു പേപ്പർ, നിയമപ്രകാരം നൽകേണ്ട ഒരു പേപ്പർ നൽകുന്നില്ല. അപ്പോൾ അത് നൽകാതെ തന്നെ അവർ പല സ്ഥലത്തും രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. സ്ട്രിക്ട്ലി റൂൾ നോക്കാമെങ്കിൽ കണ്ണൂരെ ഉദ്യോഗസ്ഥൻ ചെയ്തത് തെറ്റല്ല. പക്ഷേ എന്നാലും ഒരു പ്രവാസിയെ ഏതാണ്ട് 1.5 കോടി രൂപയോളം ചിലവാക്കി ഒരു വാഹനം ഇഷ്ടത്തോടെ വാങ്ങിയിട്ട് അതും ഒരു വനിത അവരെ 5-6 പ്രാവശ്യം നടത്തിയെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണ്ടാന്ന് വെച്ചാൽ അവിടെ കിടക്കും. അതാണ് അതിൻ്റെ കാരണം. അല്ല, നിർദ്ദേശമൊന്നുമില്ല. എല്ലാ RTOമാരോടും പറയുകയാണ്, ഇത്തരം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടികൾ വെച്ച് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ, RTO മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, AMEമാർ, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, അത് കർശനമായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു പിന്തുണ കിട്ടത്തില്ല. ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ നടത്തി കൊടുക്കുക. ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അതാണ് നമ്മുടെ മന്ത്രിയുടെ ഒരു ലൈൻ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഈ പറഞ്ഞു വെച്ചതിൽ
മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്സിങ് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. കണ്ണൂർ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആ RTO കറക്റ്റ് ആണെന്നാണ് അങ്ങേര് പറഞ്ഞു വന്നത്. അതായത് ബാക്കി ജില്ലകളിൽ ഈ വണ്ടി രജിസ്റ്റർ ചെയ്തത് ഒരു പേപ്പർ കുറവുണ്ടായിട്ട് പോലും രജിസ്റ്റർ ചെയ്ത് കൊടുത്തു എന്നും പറയുന്നുണ്ട്. ഈ വണ്ടി ഡിഫൻഡർ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് 2 കോടി അടുപ്പിച്ച് അല്ലെങ്കിൽ അതിന് മുകളിൽ വിലയുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ 1.5 കോടി 2 കോടി രൂപ കൊടുത്ത് വരുന്നവൻ്റെ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അവരെ കുറച്ച് കാണുന്നതല്ല, ബട്ട് ദേ ഡെഫിനറ്റ്ലി ഹാവ് എ പ്രിവിലേജിൻ്റെ മുകളിലായിരിക്കാം ബാക്കി ജില്ലകളിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. പക്ഷേ കറക്റ്റ് നിയമം നോക്കുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ RTO പക്കയാണ്. അപ്പോൾ നമ്മളെ മന്ത്രി ഇവിടെ ഇടപെട്ടിട്ട് എന്താ ചെയ്തത്? പക്കാ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ നടക്കൂല, ബാക്കിയുള്ളടത്തൊക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തല്ലോ. പ്രവാസിയാണ്, ഇത്രയും കോടി മുടക്കിയതാണ്, സ്ത്രീയാണ്, രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. ഏത് അവരെ നടത്തിച്ചത് തെറ്റായിപ്പോയി. 8 മാസം അവരെ കുറേ വട്ടം നടത്തിച്ചു. നടത്തിച്ചതിൻ്റെയും അവർ നടന്നതിൻ്റെയും അവരുടെ എഫേർട്ടും അവരുടെ കാത്തിരിപ്പും താമസവും അവരുടെ വിഷമവും ഒക്കെ മന്ത്രിക്ക് മനസ്സിലായി. ആരോ അയച്ചു കൊടുത്തു, സോഷ്യൽ മീഡിയ യൂട്യൂബ് വഴി വീഡിയോ കൊണ്ടുവങ്ങിയത് എല്ലാം കാണുന്നുണ്ട്. മന്ത്രി എല്ലാം കണ്ടു. മന്ത്രിയോടുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആന്റണി രാജു ആണെങ്കിൽ ഒരിക്കലും ഞാൻ അതൊന്നും പറയില്ല. കാരണം നടക്കൂല. മൂപ്പര് സോഷ്യൽ മീഡിയ നോക്കറേ ഉണ്ടാവില്ല. ചിലപ്പോൾ സ്വന്തം വീഡിയോ കണ്ടിട്ട് പോലെയും പണി. ഗണേഷ് കുമാർ മന്ത്രി ആയപ്പോഴുള്ള ഒരു ഹോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ചോദിക്കുകയാണ്, സാറ് ഈ പറഞ്ഞ ആളുകളൊക്കെ ലൈസൻസും RC ബുക്കും കിട്ടാത്ത പ്രശ്നം പറയുന്നത് സാറ് കാണുന്നില്ലേ? കണ്ടിട്ടും ഇതിലിപ്പോൾ ഇന്നെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ മന്ത്രിയായിട്ടുള്ളൂ. ഇത് ഞാൻ മന്ത്രിയാവുന്നതിന് മുമ്പ് ആരാണോ മന്ത്രിയായിട്ടിരുന്നത് അയാളുള്ള സമയത്ത് ചെയ്തു വെച്ച പരിപാടികളാണ് എന്നുള്ളതാണോ വിഷയം? അതോ സാറിന് ഇതിപ്പോൾ കണ്ടിട്ട് സാറിൻ്റെ കയ്യിൽ പോലും നിൽക്കില്ല, ഗണേഷ് കുമാറിൻ്റെ കയ്യിൽ പോലും നിൽക്കാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ജനങ്ങളെ അറിയിക്കണ്ടേ? കാരണം എക്സ്ട്രാ പൈസ മേടിച്ചിട്ടുണ്ട് ജനങ്ങളെ ഇന്നേ സ്മാർട്ടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സാധനം കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കില്ലേ? അതും പോട്ടെ, ഇവിടെ ഗതാഗത വകുപ്പിൽ ആര് മന്ത്രി വന്നാലും തീരാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ KSRTC ഉദ്യോഗസ്ഥരാണ്. പെൻഷൻ പറ്റിപ്പോയവരുടെ അവസ്ഥ ഗതികേട് കണ്ടോ. ഈ പറഞ്ഞ പ്രവാസി വനിത ഭയങ്കരമായിട്ട് 8 മാസം സങ്കടപ്പെട്ടതും പ്രവാസി വനിത മറ്റേ RTO ഓഫീസിൽ 3-4 വട്ടം അവരെ നടത്തിച്ചതിൻ്റെ ഒക്കെ കണക്കൊക്കെ മന്ത്രി പറയുന്നത് കണ്ടു. ബഹുമാനപ്പെട്ട മന്ത്രി ഇതൊന്നും കാണും. 4200 ഉണ്ട്. ഇതാ ഈ കൂട്ടത്തിരിക്കുന്ന പലവർക്കും 4000-4200 രൂപയാണ് പെൻഷൻ. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അത് തന്നെ സമയത്തിന് കിട്ടാറില്ല. സർക്കാർ അംഗീകരിച്ച മിനിമം പെൻഷൻ 8500 രൂപയാണ്. പക്ഷേ അവർക്ക് അതും കിട്ടുന്നില്ല. ഇവിടെ മിനിമം പെൻഷൻ നൽകുന്നില്ല. വളരെയധികം ദുരിതമാണ് അവർ അനുഭവിക്കുന്നത്. ഞങ്ങൾ ഇത് വിളിച്ചുകൂട്ടാൻ ഈ ധർണയ്ക്ക് വേണ്ടി ആളുകളെ ക്ഷണിച്ചപ്പോൾ പറയുന്നത് കേട്ടാൽ ഞങ്ങളുടെ ഹൃദയം പൊളിഞ്ഞു പോകും. പലവർക്കും എഴിച്ചു നടക്കാൻ കഴിയുന്നില്ല, ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അറിയാമോ നിങ്ങൾക്ക്, ഇൻസുലിൻ എടുക്കാൻ വഴിയില്ലാതെ കിടന്ന ആളുകൾ ഇന്ന് പെൻഷൻകാർ കിടന്ന് വീടുകളിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഞങ്ങൾ പറഞ്ഞു, ചേട്ടൻ ഇന്നെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ചേട്ടന് 1 മാസത്തിലുള്ള ഇൻസുലിൻ്റെ ഞങ്ങൾ ഇവിടെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് എത്തിയവർ 1-2 പേര്. ഞാൻ അവരെ പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാണിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല. അങ്ങനെയുള്ളവരാണ്. ഇതാ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾ ഒരാഴ്ച ആയില്ല, അതേ ഇവിടെ വന്നിരിക്കുകയാണ്. അത്രത്തോളം വിഷമമാണ്. നമ്മളെല്ലാം ടയർ പഞ്ചർ പാർട്ടിയാണ്. കാൽ സുഖമില്ലാത്തവരും ഡയബറ്റിക്കിനും കാർഡിയാക്ക് കാര്യങ്ങൾക്ക് മരുന്ന് കഴിക്കാൻ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ദയനീയ അവസ്ഥയിലാണ്. കാരണം മക്കളെല്ലാം തിരക്കിലാണ്, അവർക്കൊക്കെ അവരുടെയുള്ള ദുരിതങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവർക്കൊരു ഭാരമാകാതിരിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ അവരെ ആശ്രയിക്കാതെയും നാട്ടുകാരെ മുമ്പ് കയ്യിൽ നീട്ടാതെയും പോസ്റ്റ് ഗ്രാജുവേഷനും KSRഉം PSC ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസിയും ഇൻ്റർവ്യൂവും എല്ലാം കഴിഞ്ഞ് പിന്നെ 35 വർഷം 34 വർഷം 33 വർഷക്കാലം ഒരു DA ഇല്ല, ഒരു പെർമിഷനില്ല, ഒരു പ്രൊമോഷനില്ല. അങ്ങനെ ജോലി ചെയ്ത ഞങ്ങൾക്ക് ഇന്ന് ഇവിടുത്തെ 1600 രൂപ പെൻഷൻ കിട്ടുന്ന സാധുക്കളെക്കാളും നികൃഷ്ടമായ ദയനീയമായ അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ KSRTC ജീവനക്കാർ ഇന്ന് ജീവിക്കുന്നത്. ഈ KSRTC ജീവനക്കാരെന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യുമ്പോഴും അവർക്ക് ഗതികേടാണ്, പെൻഷൻ പറ്റി വീട്ടിലിരിക്കുമ്പോഴും അവർക്ക് ഗതികേടാണ്. എപ്പോഴും ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഇവരോടൊരു പുച്ഛമാണ്. ആ വയസ്സായ അങ്ങനെ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ബാക്കി സർക്കാർ ഉദ്യോഗസ്ഥരെ നോക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് എന്താ പറയുക വേറെ കുറേ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്.
ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലൈഫിൽ ഇവർ KSRTC കയറിയത് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞിറങ്ങിപ്പോരുന്നവരാണ് പലരും. ഇല്ലെങ്കിൽ ഇപ്പം ജോലി എടുക്കുന്നവർ പലരും അവരുടെ മനസ്സിൽ ഇതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലും എനിക്കറിയാൻ പാടില്ല 2 വട്ടമൊക്കെ ആയിട്ട് പെൻഷൻ കൊടുക്കുന്നുള്ളത്. കഴിഞ്ഞ മന്ത്രി ആക്കി വെച്ച പരിപാടിയാണത്. അത് ഈ മന്ത്രി വരുന്ന സമയത്ത് എന്നാൽ കൃത്യമായിട്ട് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പെങ്കിലും അവർക്ക് ചിലപ്പോൾ മനസ്സിൽ തോന്നിക്കാണും. ക്വയറ്റ് അൺഫോർച്ചുനേറ്റ്, അത് നടക്കുന്നില്ല. ഇപ്പോഴും പഴയ പോലൊക്കെ തന്നെ KSRTCൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ആളുകളുടെ മുന്നിൽ ഒരു കണക്ക് വെച്ച് തരാൻ പറ്റുമോ? ഒരു KSRTC ഡിപ്പോയിൽ നിന്ന് ഒരു ദിവസം വരുന്ന വരുമാനം എത്രയെന്നുള്ളത്? ടാർഗറ്റ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പിരിവ് വരുന്ന, ഏറ്റവും കൂടുതൽ എന്താ പറയുക കളക്ഷൻ വരുന്ന ഇഷ്ടം പോലെ KSRTC ഡിപ്പോകൾ കേരളത്തിലുണ്ട്. ഒരു ശബരിമല സീസണിലാണെങ്കിൽ ഒരുപാട് ലാഭം KSRTC ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ ഗവൺമെൻറ് എന്താ പറയുക തിരിച്ച് മറ്റേ ഇതുണ്ടാവുമല്ലോ, പൈസ ഒന്നും എടുത്ത് തിരിമറിയാണ്. ഈ തിരിമറിക്ക് വേണ്ടി കാണുന്ന ഒരു മെയിൻ ഫണ്ട്, ഇതിന് ഏത് പാർട്ടി, ഏത് ഗവൺമെൻറ്, ഏതൊരാൾ, ആര് ഗതാഗത മന്ത്രിയാണെങ്കിലും ഭരിക്കുന്ന പാർട്ടിക്ക് എടുത്ത് തിരിമറി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഫണ്ടാക്കി മാറ്റി വെച്ചതാണ് ഈ KSRTCയുടെ ഫണ്ട്. അതാണ് KSRTC നന്നാവാത്തത്. അതവിടെ പകല് പോലെ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയുന്ന കേസാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി KSRTCയിൽ നിന്ന് ഇറങ്ങുന്ന ഈ പെൻഷൻ പറ്റി ഇവരാണെങ്കിൽ പോലും അതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് ഇവർ പറയുന്നില്ല. അത് അവർക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള സ്നേഹം കൊണ്ടാ. മുതലെടുക്കരുത്. പ്രവാസി വനിത കോടിക്കണക്കിന് രൂപയുടെ കാറ് മേടിച്ചപ്പോൾ അവരുടെ സങ്കടം കണ്ട സാറ് ദയവ് ചെയ്തിട്ട് ഈ പെൻഷൻ വേണമെന്ന് പറഞ്ഞ് ഇത്രയും കഷ്ടാവസ്ഥയിൽ വന്നിട്ട് ഇവിടെ ഇരുന്ന് സമരം വിളിക്കുന്ന ഇവരുടെ അവസ്ഥ നിങ്ങൾ കാണണം. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഈ വീഡിയോ കാണും, യൂട്യൂബ് നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾ കാണും. ഇല്ല ഇനി 24-ൻ്റെ ആരെങ്കിലും ഇത് പോയിട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കണം, അയച്ചു കൊടുക്കണം. ഈ 24 മാത്രം എങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എടുത്ത് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ RC ലൈസൻസും അത് കിട്ടാതെ എത്ര പേര് നടക്കുന്ന ദുരിതം അനുഭവിച്ചിട്ട്, അതും കാണണം മന്ത്രി. അല്ലാതെ നാട്ടുകാർ ഇത് ആരോട് പോയി പറയും? മന്ത്രിയോടല്ല പറയാം. ഇപ്പോഴാണ് പറയാൻ പറ്റിയൊരു മന്ത്രി വന്നത്. അതാണ് നാട്ടുകാർക്കുള്ളൊരു ഹോപ്പ്. ഇപ്പോഴാണ് പറയാൻ പറ്റിയൊരു മന്ത്രി വന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ നല്ല മന്ത്രി എന്നുള്ള കയ്യടി വാങ്ങിയിട്ട് ആൾക്ക് മുന്നോട്ട് പോവാം.